ഖുർആൻ പറയുന്നു ഒന്നാമത്തെ അടിമയുടെ അടയാളം എന്തെന്നറിയുവോ? അല്ലാഹുവേ, ഒരു അടിമയുടെ മുമ്പിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, പടച്ചറപ്പിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവന്റെ ഹൃദയങ്ങൾ വല്ലാതെ കിടകിടാ വിറയ്ക്കുകയാണ്. പടച്ചവനെ കുറിച്ച് പറഞ്ഞാൽ അവന് വല്ലാത്ത ഭയമാണ്, അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്, അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്. പടച്ചറപ്പിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിഅത് അലൈഹിം ആയാതുഹു ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു അടിമയുടെ മുമ്പിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടകിടാ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു വട്ടമല്ല 1,00,000 പ്രാവശ്യം അല്ലാ 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 എന്ന് പറഞ്ഞ നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയങ്ങൾ കിടകിടാ വിറയ്ക്കുമോ? കൈകാല് വിറയ്ക്കുമോ? കണ്ണിലൂടെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും താഴെ വീണമോ? പടച്ചവനെ, നമുക്ക് അല്ലാഹുവിനെ ഭയമുള്ളവരാരാ? അല്ലാഹുവിനെ പേടിയുള്ളവരാരാ? എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിനെ പേടിയില്ലടോ. ആ പടച്ചറപ്പിനെ ഭയമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയാകില്ലായിരുന്നോ? അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അഹങ്കാരികളാകില്ല, ധിക്കാരികളാകില്ല, തോന്നിവാസികളെ പോലെ നടക്കില്ല. പടച്ചവനെ, നിസ്കരിക്കാൻ നമുക്ക് മടിയാണ്, നന്മകൾ ചെയ്യാൻ നമുക്ക് മടിയാണ്, തോന്നിവാസികളെ പോലെ തോന്നുന്നത് പോലെ അടിച്ചുവിട്ട നാൽക്കാലികളെ പോലെ നടക്കുകയാണ്. അവിതാ പടച്ചവനെ ഹലാലോ ഹറാമോ നോക്കുന്നില്ല. തിന്നണം, കുടിക്കണം, ആസ്വദിക്കണം, സുഖിക്കണം. പടച്ചവനെ, ജീവിതം സുഖിക്കാനുള്ളതാണ്. ഇന്നത്തെ തലമുറ പറയുന്ന ഏറ്റവും വലിയ ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞിട്ടും ഞങ്ങൾക്കൊരു മാറ്റവുമില്ല. നിങ്ങൾ വെറുതെ കിടന്ന് കൊരച്ചിട്ട കാര്യമില്ല. ഞങ്ങളിങ്ങനെ ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഈ ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ എന്റെ പിന്നമടിക്കുകയാണ്. പണ്ട് ബീഡി വലിക്കാൻ പേടിയാ, പണ്ടൊരു ബീഡി വലിക്കാൻ ഭയമായിരുന്നു. ഇന്ന് കഞ്ചാവടിക്കുകയാണ്, അതാ MDM ഉപയോഗിക്കുകയാണ്, പരസ്യമായി മോശമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പെങ്ങളെ, തലമറയ്ക്കാൻ നിനക്ക് പേടിയാ, തലമറയ്ക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഇന്ന് തലയിലെ തുണിയെടുത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് ഫാഷനാണല്ലോ. അതിന് വന്നിരിക്കുന്ന ഉമ്മയ്ക്ക് പോലും തന്റെ തലമറയ്ക്കാൻ മടിക്കുന്ന കാലമാണ്. വിചാരം വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അമ്മ ഹൃദയത്തിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയടോ. അമ്മ ആരാണെന്ന് ഇന്നത്തെ തലമുറയ്ക്കറിയില്ല, അമ്മ ആരാണെന്നറിയില്ല. ഒരാളുടെ ഹൃദയത്തിനകത്ത് പടച്ചറപ്പ് കയറിക്കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ജീവിതത്തിൽ മാറ്റം വരും മോളെ, ജീവിതത്തിൽ മാറ്റം വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം നിനക്കറിയുമല്ലോ. ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ എന്ന് പറയുന്ന രാജാവിന്റെ പൊന്നാര്, അവിടുത്തെ രാജകുമാരി യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് യൂസുഫിനെ വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പ്രവാചകനല്ല. ആ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ പയ്യന്, ആ ചെറുപ്പക്കാരന് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തെ വിളിച്ചു കയറ്റിയിട്ട് അതാ യൂസുഫിനോട് പറയുന്നു, യൂസുഫേ,
യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് ബത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് സുലൈഖ പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ, എന്റെ ആഗ്രഹമെന്ന് സാധിപ്പിച്ചു തരുമോ? യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രാജ്യത്തെ രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റി തന്റെ മാറിടത്തിലേക്ക് പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് സുലൈഖ ചോദിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി എന്താ? ഖാല മഅദല്ലാഹ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, സുലൈഖ, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കേറി പിടിച്ച സുലൈഖയുടെ ചരിത്രം പഠിച്ച പെണ്ണ് സുലൈഖ ആരാണെന്നറിയുവോ? സുലൈഖയുടെ പാട്ട് പഠിച്ചാ മാത്രം പോരാ, ആ സുലൈഖയുടെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്കണം പെങ്ങള്. സുലൈഖയുടെ ഹൃദയത്തിനകത്തേക്ക് പടച്ച റബ്ബ് കയറിയപ്പോ സുലൈഖ ആരായി മാറിയെന്നറിയുവോ? പടച്ചവനെ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ജയിലറയ്ക്കകത്ത് പിടിച്ചിട്ടിട്ട് തന്റെ വാശി തീർക്കുകയാണ്, അവിടുത്തെ വൈരാഗ്യം തീർക്കുകയാണ്. അവസാനം യൂസുഫ് ജയിൽ മോചിതനായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. പടച്ചവനെ, സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് എന്ന് പറയുന്ന ആ ഭരണാധികാരി അതാ വിവാഹം കഴിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖാനെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ മണിയറയ്ക്കകത്ത് ചെല്ലുമ്പോ യൂസുഫിനോട് സുലൈഖ സഹകരിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ച് മണിയറയ്ക്കകത്ത് ചെന്നപ്പോ സുലൈഖ യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല. യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ, എന്തു പറ്റി സുലൈഖ? അല്ലാഹു എന്നെ ഹറാമാക്കിയ സമയത്ത് യൂസുഫിനെ കേറി പിടിച്ച കഥയല്ലേ അറിയൂ? എങ്കിൽ ആ സുലൈഖ ബീബിയുടെ ചരിത്രം നീ വായിച്ചു നോക്ക്. യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനം സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചു. എന്റെ ചെറുപ്പക്കാരാ, ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാ മോനെ. പഠിച്ചവനെ, പണ്ട് കണ്ടുകുടിക്കണമെങ്കിൽ പണം വേണമായിരുന്നു, ഇന്ന് കഞ്ചാവ് അടിക്കണമെങ്കിൽ പണം വേണ്ട ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് പറയുകയാ, നീ ആണാണോടാ, ഒന്ന് കണ്ടുകുടിക്കടാ, ഒന്ന് വലിച്ചു നോക്കടാ, ബീറം നടിച്ചു നോക്കടാ. നീ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാടാ? ഒന്ന് വലിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ചാവ് കയ്യിലേക്ക് കൊടുക്കുന്ന കാലമാ. പഠിച്ചവനെ, സ്കൂളിൽ പഠിക്കുന്ന ഫർദ് ധരിച്ച ഹിജാബിട്ട പെൺകുട്ടിയോട് മോശമായ രീതിയിൽ കൂട്ടുകാര് തന്നെ വഴിപിഴപ്പിക്കുന്ന കാലമാണ്. പണ്ട് കൂടുള്ളവനെടുത്തു വന്ന പേടിയായിരുന്നു, ഇന്ന് തൊടുകയാണ്, പിടിക്കുകയാണ്. ഇന്ന് കയ്യിൽ പിടിക്കുന്നത് തെറ്റല്ല, കൂടെ നടക്കുന്നത് തെറ്റല്ല, കൂടെ കിടക്കുന്നത് തെറ്റല്ല, സഞ്ചരിക്കുന്നത് തെറ്റല്ല. മാതാപിതാക്കൾ തിരുത്താറുമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, കാലം എങ്ങനെയാകട്ടെ, ഏതൊക്കെ എങ്ങനെയൊക്കെ ആയാൽ മോനെ, നിന്റെ ജീവിതത്തിൽ നീ മാറ്റം വരുത്താൻ പാടില്ല. തെറ്റ് ചെയ്യാൻ ഒരുപാട് അവസരമുണ്ട്, പാപം ചെയ്യാൻ ഒരുപാട് ചാൻസുകളുണ്ട്. പക്ഷേ ആ പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് പിന്തിരിഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവർക്കൊരു സ്വർഗമുണ്ട്, നോമ്പ് പഠിക്കുന്നവർക്കൊരു സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവർക്കൊരു സ്വർഗമുണ്ട്. പള്ളി കെട്ടിക്കൊടുക്കുന്നവന്റെ ചങ്കൂറ്റത്തോടെ പറയണം, എടുക്കടാ കയ്യ്, ഇത് വ്യഭിചാരമാണോ? എന്റെ ശരീരത്തെ തൊടുന്നത് വ്യഭിചാരമാണ്. ഞാൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണാട്, ഇനി മേലിൽ എന്റെ ശരീരത്തെ തൊട്ടുപോകരുത് എന്ന് ആണ് മുഖത്ത് നോക്കിയിട്ട് നീ പറ
പറഞ്ഞ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, നിനക്ക് 2 സ്വർഗം തരും പെങ്ങള്. 2 സ്വർഗമാടാ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്നവൻ കണ്ണെടുത്ത് കയ്യിൽ തന്നിട്ട് കുടിക്കടാ എന്ന് പറഞ്ഞ് നിന്നെ പരിഹസിക്കുമ്പോ, കണ്ണ് കുടിക്കാത്തതിന്റെ പേരിൽ കൂട്ടുകാരുടെ മുമ്പിൽ നിന്നെ നാണം കെടുത്തിട്ട് ആണെന്ന് പറയുന്ന വർഗത്തിന് നാണക്കേടാന്ന് പറഞ്ഞ് പരിഹസിക്കട്ടെ. അവനോട് പറയണം, നീയൊക്കെ എത്ര പറഞ്ഞാൽ ഇത് ഹറാമാടാ. ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയ അവനൊരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കൂല. എനിക്ക് അല്ലാഹുവിനെ പേടിയാ. ഇന്നീ അഖാഫുല്ലാഹ് പറയാ കഴിയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാർക്ക് പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ തങ്ങളുണ്ടല്ലോ, ആ ഉമർ തങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത ഇഷ്ടമാണ്. പഠിച്ചവനെ കാരണം എന്തെന്നറിയുവോ? ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൻ സാധാരണ ഒരു പയ്യനല്ല. എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണമെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ വീട്ടിലല്ല, കടത്തിണ്ണയിലല്ല, കലങ്ങിന്റെ മുകളിലല്ല, കടലിന്റെ ചാരത്തല്ല, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരനാ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ആ വരുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. അവൾക്ക് ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത പ്രണയമായിരുന്നു. എന്ത് ചെയ്തിട്ടും അവന് വഴങ്ങിക്കൊടുക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നു വന്നു. പടച്ചവരെ, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഇരുട്ടുള്ള വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ഈ സുന്ദരിയായ പെണ്ണ് പൊളിച്ചു നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ ചെവിയിൽ പറയുന്നു, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രണയമാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നീ എന്നെ കണ്ടില്ലെന്ന് നടിക്കല്ലേ, ഒരു വട്ടമെങ്കിലും എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ, എനിക്കൊരു ചുംബനം താടാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് ഇരുട്ടുള്ള ഇടവഴിയിൽ ആരും കാണാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയുവോ? ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, എന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ അല്ലാ. കരയുകയാ, നിലവിളിക്കുകയാ. ഒരു സുന്ദരിയായ പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് യാചിക്കുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് തളർന്നു വീഴുകയാണ്. അവിടുന്ന് ബോധമങ്ങ് നഷ്ടപ്പെടുകയാണ്. പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനം ബോധമില്ലാതെ വഴിയോരത്ത് കിടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ അതാ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. പ്രായം ചെന്ന പിതാവിന്റെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുവെക്കുകയാണ്. വാപ്പ തന്റെ പൊന്നാര മകന്റെ അടുക്കൽ വന്ന് വെള്ളമെടുത്ത് മുഖത്തൊഴിക്കുകയാണ്. ബോധം തിരിച്ചു വന്നപ്പോ പിതാവ് ചോദിച്ചു, എന്ത് പറ്റി മോനെ? വാപ്പാ,
എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ട് വാപ്പാ ഞാൻ വ്യഭിചരിച്ചു വാപ്പാ, ഞാൻ നരകത്തിലാണല്ലോ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരു വ്യഭിചാരിയെ പോലെ കടന്നു പോകണമല്ലോ. വാപ്പ അവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. തന്റെ പൊന്നാര മകൻ കടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ വാപ്പയ്ക്ക് വല്ലാത്ത പേടി തോന്നി. അടുത്തിരുന്നിട്ട് പറഞ്ഞു, മകനെ നീ തെറ്റ് ചെയ്തില്ല, ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ, നീ എന്തിനാ കരയുന്നത്? എന്റെ മോൻ നിരപരാധിയാണ്, എന്റെ പൊന്നുമോ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരന്റെ കരച്ചൽ തീരുന്നില്ല. മകൻ പറഞ്ഞു, വാപ്പാ ഉമർ തങ്ങളോട് ചെന്ന് ചോദിക്ക്, ഖലീഫ ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്ക്. തന്റെ പൊന്നാര മകന്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയാതെ പിതാവ് ഉമർ തങ്ങളുടെ ചാരത്ത് ചെല്ലുകയാണ്. പടച്ചവനെ ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അവന് തെറ്റുകാരനല്ല, അല്ലാഹ് അവന് പുറത്തു കൊടുക്കട്ടെ. പടച്ചവനെ വാപ്പ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് ഓടി വരുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയുവോ? തെറ്റ് ചെയ്തിട്ടില്ല, പടച്ചവനെ തെറ്റു ചെയ്തു പോയല്ലോ, ഞാൻ പാപിയായി പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ, ഞാൻ നരകത്തിലാണല്ലോ. പടച്ചവനെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ് 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 നെഞ്ചു പൊട്ടി അതാ മരിച്ചു കിടക്കുന്ന മകന്റെ ജനാസയാ. തന്റെ പൊന്നാര മകന് മരിച്ചു കിടക്കുകയാണ്. പടച്ചവരെ മരിച്ചു പോയടാ ചെറുപ്പക്കാരാ, തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള ഭയം കാരണം ഒരു തെറ്റും ചെയ്യാതെ മരിച്ചു പോയെങ്കിൽ വ്യഭിചരിച്ചിട്ട് തന്റെ കാമുകിയുടെ കൂടെ കറങ്ങിയിട്ട് സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞ് കാമുകന്റെ കൂടെ കറങ്ങിയിട്ട് അവനുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് ഒരു പേടിയുമില്ലാതെ വീട്ടിൽ വന്ന് ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുന്ന പെങ്ങള്, ആ ചെറുപ്പക്കാരൻ മരിച്ചു പോവുകയാണ്. നീ കടലിലാവിലെ വള്ളമെടുത്തു മകളെ, പാലിനകാത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചതിയാണ്, വഞ്ചനയാണ്. ഉമ്മയാണ് മകളോട് പറയുന്നത്, പൊന്നുമോള് പറയുന്നു ഞാൻ ചെയ്യൂല. പടച്ചവനെ ഉമ്മ പറയുകയാ, മോളെ നീ ചെയ്യണം നിർബന്ധിക്കുകയാണ്. ആ സമയത്തും മകള് പറയുന്നു, ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഖലീഫ ഉമറാണുമ്മ, ഉമറങ്ങാണ് മറിഞ്ഞ നമ്മളെ വെറുതെ വിടത്തില്ല. ഉമർ തങ്ങൾ അടയാളം വെക്കുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോയി കിടന്നിട്ടുറക്കം വരുന്നില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞു. ഉമർ തങ്ങൾ ആളെ പറഞ്ഞു വിട്ടു ആ പൊന്നുമോളെ കുറിച്ച് അന്വേഷിക്കാൻ. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തെന്നറിയുവോ? ആ പൊന്നുമോള് യതീമാണ്. പടച്ചവനെ ആ കുടുംബം വിധവയാണ്. എന്തിനാണ് പാലിൽ വെള്ളം കലർത്തുന്നതെന്നറിയുവോ? അവരങ്ങനെ ചതിക്കുന്നവരല്ല, അവര് വഞ്ചിക്കുന്നവരല്ല, അവര് പറ്റിച്ച് ജീവിക്കുന്നവരല്ല. പടച്ചവനെ ഭർത്താവ് മരണപ്പെട്ടു പോയ ആ സഹോദരി വീട്ടിലൊരൊട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ പാല് കറന്നിട്ടാണ് കൊടുത്തിട്ടാണ് ആ കുടുംബം ജീവിക്കുന്നത്. അത്രയും പാവപ്പെട്ട കുടുംബമാണ്. പക്ഷേ ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു. അല്ലാഹുവേ, വരുമാനമില്ല, വരുമാനമില്ല. ദിവസങ്ങളായിട്ട് ആ കുടുംബം പട്ടിണിയില, ദിവസങ്ങളായിട്ട് ആ കുടുംബം പട്ടിണിയില. പടച്ച റബ്ബേ, തിന്നാ ഭക്ഷണമില്ലാതെ വന്നപ്പോഴാണ് ഉമ്മ മകളോട് പറയുന്നത്, പാലിലെ വെള്ളം കലർത്തി കൊടുക്കുമോളെ, ആ കിട്ടുന്ന പൈസ കൊണ്ട് തരാനും 100 കണക്കിന് പേരെ കിട്ടും മോളെ. പക്ഷേ അല്ലാഹ് പറയുകയാ, നീ എന്റെ മുമ്പിൽ വരണ്ടവളാ. അല്ലാഹ് പറയുകയാ, നീയൊക്കെ എവിടെ പോകാനാ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്, എന്റെ അടുക്കലേക്ക് തന്നെ ഞാൻ നിന്നെയൊക്കെ കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ, പടച്ച റബ്ബിനെ പേടിച്ചു ജീവിക്ക്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച വലിമൻ ഖാഫ മഖാമ റബ്ബിഹി
രണ്ട് സ്വർഗം അല്ലാഹു തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്, പടച്ച റബ്ബിനെ പേടിച്ച് നടക്ക്. അല്ലാതെ ധിക്കാരികളെ പോലെ തോന്നിവാസികളെ പോലെ നടക്കല്ല്. എപ്പോഴെവിടെ വെച്ചാണ് മരണം നിന്നെ തേടി വരുന്നതെന്നറിയില്ലോ, ഏത് രീതിയിലാണ് കടന്നു വരുന്നതെന്നറിയില്ലോ. പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. സ്വലാത്തിന്റെ വാർഷികമാണ്. പടച്ചവരെ നാളെ ആയിരക്കണക്കിന് പേർക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുന്ന മജ്‌ലിസാണ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിനോട് എന്ത് പറയണമെന്നറിയുമോ? പടച്ച റബ്ബ് തന്ന നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പമെടുത്ത് അല്ലാഹുവിന് കൊടുക്കുമ്പോ അല്ലാഹുവിനോട് പറയണം, അല്ലാ മാരകമായ രോഗങ്ങള്, പടച്ചവനെ അപകടങ്ങള്, അപകട മരണങ്ങള്, ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സദഖയ്ക്ക് കഴിയും സഹോദരാ ദുരന്തങ്ങളെ തട്ടിമാറ്റാറ്, വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റാറ്. പടച്ചവരെ നിങ്ങൾ കണ്ടവരാണല്ലോ കുട്ടികളെ എല്ലേ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അല്ലാഹു എന്തോ കരുണ കാണിച്ചതല്ലേ. ആ ചെറിയ മക്കളെ കാണാനും രക്ഷപ്പെടുത്താനും പടച്ചവനെ ഇന്ന് കഴിഞ്ഞത് ആ കുടുംബത്തോടൊത്ത കരുണ കാണിച്ചതല്ലേ. പടച്ചവനെ ഒരു കുട്ടിയെ കാണാതെ വന്നപ്പോ ഇന്ന് ആ കുടുംബം പ്രയാസത്തിലാണോ? ഇതുപോലെ എത്രയെത്ര വാർത്തകൾ കേൾക്കുന്നവരാ. സദഖയ്ക്ക് കഴിയും സഹോദരാ. ഇന്ന് നമ്മൾ ചെയ്യുന്ന സദഖയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ പൊന്നുമോനെ തിരിച്ചു കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലോ. അതുകൊണ്ട് ബക്കറ്റുമായി കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്കണോ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്ക്. എന്നിട്ട് പടച്ചവനോട് പറയണം, എന്റെ ശരീരത്തിൽ ക്യാൻസറോ ട്യൂമറോ മാരകമായ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാ കരിച്ചു കളയണേ അല്ലാ. ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. വരാനിരിക്കുന്ന അപകടങ്ങള്, അപകട മരണങ്ങള് ഒറ്റ നിമിഷം മതികടോ. സർവ്വതും തകർന്നു പോകാ, സർവ്വതും നഷ്ടപ്പെട്ടു പോകാ. അതുകൊണ്ട് സദഖയ്ക്ക് കഴിയും വിപത്തിനെ തട്ടിമാറ്റാറ്, ദുരന്തങ്ങളെ തട്ടിമാറ്റാറ്, അപകടങ്ങളെ തട്ടിമാറ്റാറ്, രോഗങ്ങൾക്ക് ശിഫ നൽകാറ് പടച്ചവനെ സദഖയ്ക്ക് കഴിയുമെന്നാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ തീരുമാനമാണ്. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ദുഃഖമാകട്ടെ, രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, എന്തെല്ലാം പ്രതിസന്ധികളാകട്ടെ, ഇത് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ് കടന്നു വരുന്നത്. പക്ഷേ അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത്. നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ലടോ, നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ല. പടച്ചവനെ നമ്മൾ വല്ലാത്ത സങ്കടത്തിലാണ്, ആവലാതിയാണ്, പ്രയാസമാണ്. പലരും പറയുന്ന വാക്കെന്തെന്നറിയോ? ഉസ്താദേ, ഏത് കച്ചവടം നടത്തിയാലും ശരിയാകുന്നില്ലല്ലോ. വർഷങ്ങളായി ഞാൻ വാടക വീട്ടിലാണ്, എനിക്ക് മക്കളെ കിട്ടിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 8, 9, 10 വർഷമായി എനിക്ക് മക്കളില്ലല്ലോ. ആകെ പ്രയാസമായി. എന്നാ തീരുന്നത്? എന്തൊരു ജീവിതമാ ഉസ്താദ് എന്ന് സങ്കടം പറയുന്ന പെങ്ങള്
പലരും പറയുന്നത് ഉസ്താദേ അല്ലാഹുവിന് എന്നോടെന്തോ വല്ലാത്ത ദേഷ്യമാണ്, അതുകൊണ്ടാണ് മക്കളെ തരാത്തത്, അതുകൊണ്ടാണ് സമ്പത്ത് തരാത്തത്, അതുകൊണ്ടാണ് രോഗം തന്നത്, അതുകൊണ്ടാണ് അല്ലാഹ് എന്നെ വേദനിപ്പിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയല്ലേ. അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന് വെറുപ്പ് കൂടിയത് കൊണ്ടല്ല 30 കൊല്ലമായിട്ടും നിനക്ക് മക്കളെ തരാത്തത്. ഈ സഹോദരാ നിനക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തത് അല്ലാഹുവിന് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹുവിന് ഇഷ്ടം കൂടിയ അങ്ങനെയാണ്. പടച്ചവനെ ഇന്ന അശദ്ദന്നാസി ബലഗാ അൽ അംബിയാ. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കാണെന്നറിയോ? അബൂജഹലിനല്ല, ഉത്ബത്തിനല്ല, ശൈബത്തിനല്ല, കാറൂനിനല്ല, നമ്രൂദിനല്ല, ഫിറഔനിനെയല്ല. പിന്നെ അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കാ. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് ആരെയെന്നറിയുവോ? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ അല്ലാഹു ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് വേദനിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. വെറുപ്പുള്ളത് കൊണ്ടാണോ പെങ്ങള്? പറ പെങ്ങള്. അല്ലാഹുവിന് നബി തങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ഇഷ്ടം കൂടിയത് കൊണ്ടാണ്. അല്ലാഹുവിന് സ്നേഹം കൂടിയാൽ അല്ലാഹു നമ്മളെ മാക്സിമം നമ്മളെ പരീക്ഷിക്കുകയാണ്, നമ്മളെ അല്ലാഹു അളക്കുകയാണ്. പടച്ചവനെ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കുമടോ. എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കുമെന്ന്. പടച്ചവനെ ആയത്ത് ഓതിയതാരെന്നറിയോ? ഈ അടുത്ത് പടച്ചവനെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, പടച്ചവനെ ആക്രമിച്ചല്ലോ. നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു വീണല്ലോ. ആ പാവപ്പെട്ടവർ സമ്പാദിച്ചത് മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയല്ലോ. പടച്ചവനെ തകർന്നു പോയ തന്റെ വീടിന്റെ മുകളിൽ ഒരു ചെറിയ കുട്ടി ഇരിക്കുകയാണ്. തന്റെ വീട് മുഴുവനും തകർന്നു പോയി, തന്റെ കൂടെ ഉണ്ടായിരുന്നവർ മുഴുവനും മരണപ്പെട്ടു. ആ തകർന്നു പോയ വീടിന്റെ മുകളിൽ ഇരുന്ന കുട്ടിയോട് ആരോ ഒരാൾ ചോദിക്കുമ്പോ ആ ചെറിയ മകനോദിയ ആയത്തേതാണെന്നറിയുമോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله إنا لله وإنا إليه راجعون. പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ നബിതങ്ങളെ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു. വാപ്പയുടെ മുഖം നബിതങ്ങളെ കണ്ടിട്ടില്ല, ഉമ്മയെ കണ്ട് കൊതി തീർന്നിട്ടില്ല. പടച്ചവനെ ജനിയതാ ചെറുപ്പകാലം മുതൽ വളരെ പ്രയാസമായിരുന്നു. നബിതങ്ങൾക്ക് താങ്ങുമ തണലുമായി നിന്നവർ വിട പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ പട്ടിണി കടന്നതുപോലെ ലോകത്തൊരാളും പട്ടിണി കടന്നിട്ടില്ലല്ലോ. 3 വർഷക്കാലം ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരിവില് തിന്നാൻ ഭക്ഷണമില്ലാതെ നബിതങ്ങളും കുടുംബവും അവിടെ നിന്ന് പച്ചില പറിച്ച് കഴിച്ചല്ലോ.
തന്റെ പൊന്നാര മക്കളുടെ ജനാസ കണ്ട പ്രവാചകനാ, സ്വന്തം മക്കളുടെ മയ്യത്ത് കണ്ട പിതാവാ. നിബിതങ്ങൾ ഒരുപാട് വേദനിച്ചടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിബിതങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. ഇഷ്ടം കൂടിയാൽ എങ്ങനെയാണ്, ഇഷ്ടം കൂടിയാൽ എങ്ങനെയാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പ്രയാസമില്ലാത്ത ഒരാളുമില്ല, രോഗമില്ലാത്ത ഒരാളുമില്ല, കടങ്ങളില്ലാത്തവർ വളരെ കുറവാണ്, സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ. എല്ലാം പടച്ച റബ്ബിന്റെ തീരുമാനം. ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഫലസ്തീനിലെ കുട്ടി തന്റെ വീട് മുഴുവനും ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയപ്പോ അതിന്റെ മുകളിൽ ഇരുന്നിട്ട് അവൻ ഓതുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു പല പരീക്ഷണങ്ങളും കൊടുക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും എന്നോടും പറയുന്നത്, അല്ലാഹു നമുക്ക് പല പരീക്ഷണങ്ങളും തരും. ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇഷ്ടം കൂടിയാൽ എങ്ങനെയാ, അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഉസ്താദ് എന്താപ്പാ ഒന്നിങ്ങനെ വേദനിപ്പിച്ച് 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 നിർത്തിയിട്ട് കെട്ടിപ്പിടിക്കുമ്പോ അതിനൊരു സുഖമുണ്ടോ? അതാ കഷ്ടപ്പെട്ട് കിട്ടുന്നതിന് വിലയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തട്ടിയിട്ട് അവസാനം നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമുണ്ടാകുന്ന ഒരു സന്തോഷം എന്നെങ്കിലും ഒരിക്കൽ അല്ലാഹു നമ്മളെ കൈവിടില്ല. പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇല്ലാത്ത പറയാൻ എളുപ്പമാണോ? പറയാൻ എല്ലാവർക്കും എളുപ്പ. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോ SLC പരീക്ഷയ്ക്ക് തോറ്റ ഒരു കുട്ടിയെടുത്ത് അൽഹംദുലില്ലാ പറയാൻ പറഞ്ഞ ഓൻ പറയോ? എടാ, SLC പരീക്ഷയ്ക്ക് തോറ്റുപോയ ഒരു കുട്ടിയോട് പറയുകയാ അൽഹംദുലില്ലാ പറയാൻ അവൻ പറയോ? എടാ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയുന്ന സമയം എന്തു പറയണം? കടലിൽ പോയി മീൻ കിട്ടിയില്ല, പോയതുപോലെ പെട്രോളും പോയി, ഡീസൽ കളിച്ചിട്ട് വെറുതെ തിരിച്ചു വന്ന് എന്ത് പറയണം? ഉറക്കപ്പറ എന്ത് പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി എന്ത് പറയണം? കല്യാണം മുടങ്ങിപ്പോയി എന്ത് പറയണം? അൽഹംദുലില്ലാ. മോള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ത് പറയണം? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറ. അല്ലാഹു ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് ഇതെങ്ങനെ കഴിയും സഹോദരാ? ഈ ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു മനസ്സുണ്ടാകാൻ ഞാൻ ഒരു അടയാളം പറഞ്ഞു തരട്ടെ. ഇപ്പൊ ഈ ഇരിക്കണ എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കരുത്, പ്രയാസവാ എനിക്ക് ക്യാൻസറാ, എനിക്ക് ട്യൂമറാ, കിഡ്നി പോയി ഒന്നും പറയുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. അൽഹംദുലില്ലാ. അള്ളാഹുവിനോട് പറ, ഉസ്താദന്മാരോട് തങ്ങന്മാരോടൊക്കെ ദുആ ചെയ്യാൻ പറ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ. എന്ത് പ്രയാസം വന്നാലും മനസ്സിന് ധൈര്യം കിട്ടാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. മട്ടൻ മന്തി ഇതിന്റെ വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. വേണോ വേണ്ടേ? നിനക്കെന്ത് പ്രയാസം വന്നാലും നീ അൽഹംദുലില്ലാ പറയും. അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ? വേണോ വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലില്ലേ? കയറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടോ ഇല്ലേ? ഉണ്ടോ താത്താമാരെ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടോ? ഉണ്ട്. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ജീവിതത്തിൽ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർ, പണമില്ലാതെ കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവരോട് പറയുകയാ, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് ഈ ദുഃഖം. മഹാനായി നബിയിന റസൂലുള്ളാഹി. ഒരു നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ത്? ദുഃഖമുണ്ടാവുക. നീ എഴുതി വെച്ചോ, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. അൽഹംദുലില്ലാ പറഞ്ഞ് ധൈര്യമായിട്ട് കാത്തിരിക്ക്. നിനക്കൊരു നല്ല കാലം വരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്നെങ്കിലും നിന്റെ കണ്ണുനീർ അല്ലാഹ് കാണും പെങ്ങളെ.
ഒരിക്കലെങ്കിലും നിനക്ക് റബ്ബ് വീട് തരും, നിനക്ക് മക്കളെ തരും, നിന്റെ രോഗം മാറ്റും. ഇതൊന്നുമില്ലെങ്കിലും നീ മരിക്കുന്ന സമയത്ത് സ്വർഗം കാണിച്ചു തന്നിട്ട് ഈമാനുള്ള ഒരു മരണമെങ്കിലും അള്ളാഹു നിനക്ക് തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടന്ന പോയി. പത്രത്തിൽ കൊടുക്കണ പോലെ കൊടുത്ത തലവേദന ഉണ്ടെങ്കിൽ 4 പേരോട് പറയും തത്താമ്മ അല്ലേ. നമ്മുടെ ദുഃഖം നമ്മൾ എന്തിനാ മറ്റുള്ളവർ? അതേ ഞാൻ പറഞ്ഞേ, എന്റെ കച്ചവടം ഉണ്ടോടാ? അൽഹംദുലില്ലാ. കടലിൽ പോയി മീനുണ്ടോ? അൽഹംദുലില്ലാ. കടലിൽ ആവശ്യത്തിന് മീനുണ്ട്. കിട്ടുന്നതും കിട്ടാത്തതും നിന്റെ പോരായ്മ. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യണം? കച്ചവടം ഉണ്ടോന്ന് വെച്ചാൽ എന്ത് പറയണം? കടലിൽ പോയിട്ട് മീൻ കിട്ടിയോ? ഇന്ന് 10 ലക്ഷത്തിന്റെ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കേട്ടവൻ വിചാരിക്കാനുള്ള ഇവന് മാത്രം എന്താ അത്രയും മീന് ഇല്ലേ? എന്തേ എന്തിനാ അസൂയൊക്കെ? അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ പറ, അൽഹംദുലില്ലാ പറ, നല്ലതുപോലെ പറ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താണ്? എന്റെ വഅദ കേൾക്കുന്ന ഉമ്മയോട് പറയട്ടെ, ഉമ്മ, അടുക്കളയിൽ അരിതി എന്ന് പോയാലും നീ പറയേണ്ട ഒരു വാചകമാണ്. നിനക്കിതിന്റെ വിലയറിയാഞ്ഞിട്ടാണ്. അൽഹംദുലില്ലാ പറവുമ്മ. എത്ര വലിയ പ്രതിഫലമെന്നറിയുവോ? ഇല്ലാ യളമൽ ജസാ മഅ യളമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പിറകിൽ ഒരു സന്തോഷമുണ്ടമ്മ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് തൽഹ റളിയല്ലാഹു തആല അൻഹു. തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകനോട് വല്ലാത്ത സ്നേഹമാണ്. തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും മകനും ബാപ്പയുമാണ് നടക്കുന്നത്. പടച്ചവനേ, തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ ഭാര്യയായ ഉമ്മു സുലൈമിന്റെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകനെ പിടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണേ. തന്റെ പൊന്നാര മകനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് തൽഹ റളിയല്ലാഹു തആല അൻഹു പോവുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. തന്റെ പൊന്നാര മകന് പനി പിടിക്കുകയാണ്. എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും പനി ഇങ്ങനെ കൂടുകയാണ്. തന്റെ പൊന്നാര മകന്റെ പനി മാറുന്നില്ല. ഭർത്താവ് നാട്ടിലില്ല. അവസാനം എന്ത് വന്നെന്നറിയുമോ? തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനങ്ങ് മരണപ്പെടുകയാ. പൊന്നാര മകനങ്ങ് മരണപ്പെട്ടു. ഭർത്താവ് നാട്ടിലില്ല. ഭർത്താവ് നാട്ടിലില്ല. തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാ. ഉമ്മു സുലൈം ഇരുന്ന് കരയുകയാ. പടച്ചവരെ, എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹ്. ഉമ്മു സുലൈം, അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഉമ്മു സുലൈം. അല്ലാഹുവിന്റെ തീരുമാനമാണ് ഉമ്മു സുലൈം. ശമിക്കും ഉമ്മു സുലൈം, ശമിക്കും ഉമ്മു സുലൈം. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ സ്തുതിക്കും ഉമ്മു സുലൈം. തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറയുകയാണ്, ക്ഷമിക്കാൻ അൽഹംദുലില്ലാ പറ, അൽഹംദുലില്ലാ പറ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സുലൈം, അല്ലാഹു നിനക്ക് പ്രതിഫലം തരും ഉമ്മു സുലൈം. നബിയേ, ഭർത്താവ് നാട്ടിലില്ല നബിയേ, പൊന്നുമോനെ എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ ഖബറടക്കാർ അങ്ങനെ തന്റെ പൊന്നാര മകന്റെ ജനാസ ഖബറടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഭർത്താവ് മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. പൊന്നുമോനോട് വല്ലാത്ത ഇഷ്ടമാ. ഉമ്മു സുലൈമിനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം ഭർത്താവ് വീട്ടിലേക്ക് വരാ സമയമായി. മകൻ മരിച്ചത് എങ്ങനെ പറയും തമ്പുരാര്? ഉമ്മു സുലൈം കിടന്ന് കരയുകയാണ്, സങ്കടപ്പെടുകയാണ്. എന്ത് ചെയ്തെന്നറിയുമോ?
അതാ ഉമ്മു സുലൈം കുളിച്ചൊരുങ്ങി റെഡിയായി വീടിന്റെ വാതിലിൽ നിൽക്കുകയാ. തന്റെ ഭർത്താവ് വന്നപ്പോ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയാ. മരണവാർത്ത പറഞ്ഞില്ല, മരണവാർത്ത പറഞ്ഞില്ല. വീട്ടിലേക്ക് കടന്നു വന്നോ, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. പൊന്നാര മകനെ കുറിച്ച് ചോദിച്ചപ്പോ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. പടച്ചവനെ അങ്ങനെ ഉമ്മു സുലൈം ചിന്തിച്ചു, നാഥാ എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ, അത് സാധിപ്പിച്ചു കൊടുക്കൽ എന്റെ ബാധ്യതയാണല്ലോ. അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ മകൻ മരിച്ച വേദന മുഴുവനും കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിന്റെ മുകളിൽ തലവെച്ച് കിടക്കുകയാണ്. അപ്പോൾ അബൂ തൽഹയോട് ചോദിക്കുന്നു, തൽഹ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. എന്തേ ഉമ്മു സുലൈം, ഒരാള് അമാനത്തായി ഒരു വസ്തു നൽകി, ഒരാള് അമാനത്തായി നമ്മുടെ കയ്യിലൊരു സാധനം ഏൽപ്പിച്ചു, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഏ മണ്ടിപ്പെണ്ണേ, ഉമ്മു സുലൈം അമാനത്ത് നൽകിയാ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണമല്ലോ, അത് നമ്മുടെ ബാധ്യതയാണല്ലോ, അത് നമ്മുടെ കടമയാണല്ലോ. ഉമ്മു സുലൈം കരയുകയാണ്, ഉമ്മു സുലൈം കരയുകയാണ്. എന്തേ ഉമ്മു സുലൈം കരയുന്നത്? തൽഹ അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോ, അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോന് അല്ലാഹു തിരിച്ചെടുത്തു. തൽഹ നമ്മുടെ പൊന്നുമകൻ മരിച്ചുപോയെന്ന് പറയുമ്പോ തൽഹ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീഴുകയാണ്. കാരണം മകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു, പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവിടെ നിന്ന് പിടഞ്ഞു വീണടോ. ഏത് വാപ്പയ്ക്കാ താങ്ങാൻ പറ്റുക? പൊന്നാര മക്കള് മരിച്ചുപോയെന്ന് പറഞ്ഞാൽ ഏതുമ്മയ്ക്കാടോ, ഏതുപ്പയ്ക്കാടോ താങ്ങാൻ കഴിയുക? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത സങ്കടമായി. വിഷമം എന്തെന്നറിയുമോ? ഇവളും മറച്ചു വെച്ചല്ലോ, വീട്ടിലേക്ക് വന്നപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ. പടച്ചവരെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നു, നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. അവൾ എന്നോട് മകൻ മരിച്ചതും മറച്ചു വെച്ചു നബിയേ. അവൾ എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി നബിയേ. എനിക്ക് ഇവളുമായിട്ട് ജീവിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് തൽഹ റളിയല്ലാഹു തആല അൻഹു സങ്കടം പറയുമ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, തൽഹ ഇല്ലേ? ഏതുമ്മയ്ക്കാ തൽഹ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചു പാല് കൊടുത്തു പോറ്റി താങ്ങാൻ പറ്റുക? ഏതുമ്മയ്ക്കാ സഹിക്കാൻ പറ്റുക? ആ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് ഇവിടെ നിന്നെ വേദനിപ്പിച്ചില്ലല്ലോ. അല്ലാഹു നിനക്കിതുപോലെ ഒരു സാരികത്തായ ഭാര്യയെ തന്നില്ലേ? ക്ഷമിക്കൂ അബൂ തൽഹ. ഇല്ലാ യളമൽ ജസാ മഅ യളമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ നിനക്കൊരാൺകുഞ്ഞു ജനിക്കും അബൂ തൽഹ. ഒരു മകന് പകരം അല്ലാഹു അടുത്ത മകനെ തരും അബൂ തൽഹ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഉമ്മു സുലൈം ഗർഭിണിയാവുകയാണ്. 9.5 മാസം കഴിഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അവിടെന്ന് പ്രസവിക്കുകയാണ്. ഒരാൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാ, ഒരാൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാ. പടച്ചവരെ, തന്റെ പൊന്നുമോനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്
നബിയേ, എനിക്ക് അല്ലാഹു സമ്മാനം തന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് മദിനം കൊടുത്തത്. അബ്ദുല്ലാഹ് എന്ന് പേരിട്ടോ, അബ്ദുല്ലാഹ് എന്ന് പേരിട്ടോ. പെങ്ങളെ, അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം കേൾക്കണോ? അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം കേൾക്കണോ? ഈ അബ്ദുല്ലാഹ് എന്ന് പറയുന്ന പൊന്നുമകൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അബ്ദുല്ലാഹ് ഹാഫിളായി, അബ്ദുല്ലാഹ് ഹാഫിളായി. അബ്ദുല്ലാഹ്ക്ക് പ്രായപൂർത്തിയായി. അവിടുന്ന് വിവാഹം കഴിച്ചു. 11 മക്കള് ജനിച്ചു. ആ 11 മക്കളും ഹാഫിളീങ്ങളായി. അവരുടെ തലമുറകളും ഹാഫിളീങ്ങളായി. ഇതാണ് അൽഹംദുലില്ലാഹ്, ഇതാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസം വരുമ്പോ കുറ്റം പറയല്ലേ, പരാതി പറയല്ലേ. അൽഹംദുലില്ലാഹ് പറയണേ. ഒരു മനുഷ്യന്റെ കുഞ്ഞിന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകളെ തിരിച്ചു ചെല്ലുമ്പോ അല്ലാഹു മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമ എന്തു പറഞ്ഞു? അവന്റെ കരളിന്റെ കഷ്ടത്തിന്റെ റൂഹ് പിടിച്ചപ്പോ അവൻ എന്തു പറഞ്ഞു? മലക്കുകളെ, മലക്കുകൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവന്റെ പൊന്നുമകൻ മരിച്ചപ്പോഴും അവൻ നിന്നെ സ്തുതിക്കുന്നു പടച്ചവരെ. അവൻ അല്ലാഹുവേ, നീ പരീക്ഷണം കൊടുത്തപ്പോഴും അവൻ നിന്നെ സ്തുതിക്കുന്നു പടച്ചവരെ. അല്ലാഹു പറയുന്നു, മലക്കുകള്, നിങ്ങളൊരു വീട് പണിയണം, ഈ സ്വർഗത്തിൽ ഒരു വീട് പണിയണം. ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ജീവിതത്തിൽ അല്ലാഹു പരീക്ഷണങ്ങൾ തരുമ്പോ അൽഹംദുലില്ലാഹ് പറഞ്ഞു ക്ഷമിച്ചോ. അല്ലാഹു പകരം സ്വർഗം തരും ബാപ്പാ. രോഗം പിടിച്ച് നടക്കുന്നവരുണ്ടല്ലോ, വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ. പടച്ചവനെ, നബി തങ്ങളുടെ മുമ്പിൽ ഒരു സ്വാലിഹത്തായ പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാ നബിയേ, വല്ലാത്ത വേദനയാ നബിയേ. എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. വായിലൂടെ പതയും നുരയും വരികയാണ്. വല്ലാത്ത കഠിന വേദനയാണ്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. യാ റസൂലല്ലാഹ്, എന്റെ രോഗമൊന്നു മാറാ ദുആ ചെയ്യണേ നബിയേ. നബി തങ്ങളോട് ആ സ്വഹാബി വനിത പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ഈ വേദന നീ സഹിച്ചാ അല്ലാഹു സ്വർഗം തരും പെണ്ണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 2 ഓപ്ഷനാ ഉള്ളത്. ഒന്നുകിൽ ഞാൻ ദുആ ചെയ്യാം, ഞാൻ ദുആ ചെയ്താ നിന്റെ ഈ രോഗം മാറും. പക്ഷേ ഈ വേദന നീ ക്ഷമിച്ചാ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് പറയുമ്പോ ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, സ്വർഗം കിട്ടുമോ നബിയേ? സ്വർഗം കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വർഗം കിട്ടുമെന്ന്. എങ്കിലും ദുആ ചെയ്യണ്ട നബിയേ, എന്റെ രോഗം മാറണ്ട നബിയേ, എന്റെ രോഗം മാറണ്ട നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ. പെങ്ങളെ, പ്രതിഫലമുണ്ട് മോള്. കാലിൽ കൊള്ളുന്ന ഒരു മുള്ളു കൊണ്ട് നിന്റെ കാല് വേദനിച്ചാ അതിനു പകരം അല്ലാഹു നിന്റെ പാപം പൊറുക്കും പെങ്ങള്. ക്യാൻസർ പിടിച്ച് കിടക്കുന്നവര്, ഡയാലിസ് ചെയ്യുന്നവര്, ശരീരത്തിൽ രോഗങ്ങളുമായി പ്രയാസപ്പെടുന്നവര്, നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങൾ ക്ഷമിക്കണേ. അതിനു പകരം അല്ലാഹു സ്വർഗം തരും ബാപ്പാ. അതുകൊണ്ട് രോഗികളായി കിടക്കുന്ന സഹോദരങ്ങളുടെ ഭാര്യമാര് പഠിക്കേണ്ട ചരിത്രം ആരുടെ ചരിത്രമാണെന്നറിയുവോ? അയ്യൂബ് നബിയുടെ ചരിത്രം വായിക്കണേ. അയ്യൂബ് നബിയുടെ ഭാര്യയുടെ ചരിത്രം വായിക്കണേ.